വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക ഗാസ ഏറ്റെടുക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് കൂടുതൽ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ജോർദാൻ രാജാവ് ഗാസ വിഷയം ഒഴിവാക്കി. പ്രാദേശിക നേതാക്കളുമായി വിഷയം കൂടിയാലോചിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സന്ദർശനവേളയിൽ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ജോർദാൻ രാജാവ് കൂടിക്കാഴ്ച നടത്തി. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, ക്യാപിറ്റോൾ ഹില്ലിലെ നിയമസഭാംഗങ്ങളുടെ ഒരു ഉഭയകക്ഷി സംഘം എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ജനുവരി 20-ന് അധികാരമേറ്റതിനു ശേഷം ട്രംപുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന മൂന്നാമത്തെ വിദേശ നേതാവാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി വ്യാപകമായ വിവാദങ്ങൾക്കും ആശങ്കകൾക്കുമാണ് വഴിവെച്ചത്. വൈറ്റ് ഹൌസിൽ ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാസയിൽ താമസിക്കുന്ന 2 ദശലക്ഷം പലസ്തീനികൾ സ്വമേധയാ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോകണമെന്നാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത്. ട്രംപിന്റെ പദ്ധതിയെ ഉന്നത UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥർ വംശീയ ഉന്മൂലനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഗാസയിലെ പൗരന്മാരെ നിർബന്ധിതമായി കുടിയിറക്കുന്നത് ജനീവ കൺവെൻഷനുകൾക്ക് കീഴിൽ ഒരു യുദ്ധക്കുറ്റമായി കണക്കാക്കും. സൈനിക ആവശ്യങ്ങളൊഴികെ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊന്നിലേക്ക് സിവിലിയന്മാരെ മാറ്റുന്നതും സ്വത്ത് നശിപ്പിക്കുന്നതും കൺവെൻഷനുകൾ വ്യക്തമായി വിലക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്ന ട്രംപിന്റെ ഈ പദ്ധതി പ്രദേശത്ത് സങ്കൽപ്പിക്കാനാവാത്ത മാനുഷിക ദുരിതത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. മാത്രമല്ല, പലസ്തീനികൾ സ്വമേധയാ ഗാസ വിട്ടുപോകുമെന്ന ട്രംപിന്റെ അനുമാനം യാഥാർത്ഥ്യബോധമില്ലാത്തതും ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെ അവഗണിക്കുന്നതുമാണ്. 2007 മുതൽ ഗാസ മുനമ്പ് ഇസ്രായേലി ഉപരോധത്തിലാണ്. ഇതിനെ തുടർന്ന് വ്യാപകമായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, മാനുഷിക പ്രതിസന്ധികൾ എന്നിവയാണ് ഗാസയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നേരിടുന്നത്. അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വെള്ളം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ ഗാസയിൽ പരിമിതമായി മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. ഇസ്രായേലിന്റെ നിരന്തരമായ സൈനിക നീക്കങ്ങൾ കാരണം ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ഗാസ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം പലതവണ അപലപിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പദ്ധതി സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂവെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിനുള്ള ഏക പ്രായോഗിക പരിഹാരമായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഇരുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെയും ഈ പദ്ധതി തകർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്ന 2 രാജ്യങ്ങളായ ജോർദാനും ഈജിപ്തും ട്രംപിന്റെ പദ്ധതിയെ ചെറുത്തുതോൽപ്പിച്ചുവെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പദ്ധതി പ്രാദേശിക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദശലക്ഷക്കണക്കിന് കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ സ്വീകരിക്കാൻ ജോർദാനോ ഈജിപ്തോ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഗാസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ പദ്ധതി ഒരു വലിയ ദുരന്തത്തിനാണ് വഴിവെക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി കുടിയിറക്കുന്നത് ഇതിലുൾപ്പെടും. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള മാനുഷിക ദുരിതത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകും. പദ്ധതി യാഥാർത്ഥ്യബോധമില്ലാത്തതാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ട്രംപിന്റെ ആശയത്തോടുള്ള രാജ്യത്തിന്റെ എതിർപ്പ് ഉറച്ചതും അചഞ്ചലവുമാണെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെ അവഗണിക്കുന്നത് കൂടാതെ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുക കൂടി ചെയ്യുന്നു. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമഗ്രവും നീതിയുക്തവുമായ ഒരു പരിഹാരത്തിനായി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത്.